അടുപ്പിലിരുന്ന് വെള്ളം ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഞാൻ കുറച്ച് അയമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടിക്കാൻ വെള്ളമാണ് കേട്ടോ അടുപ്പിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നത്തെയും പോലെ ഇന്നും ചെറിയൊരു രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ കുടിക്കാൻ വെള്ളത്തിൽ നമുക്കിന്ന് തുടങ്ങാം രാവിലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ കേട്ടോ, രാവിലെ ചിലപ്പം ചൂടുവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കാപ്പി ചായയൊക്കെ ഇട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചായയും കാപ്പി ഇടാൻ മടിയായതുകൊണ്ട് അപ്പം വെള്ളം കുടിച്ചുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് ഇങ്ങനെ നിന്ന് ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ചെടികളെയെല്ലാം. ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയെല്ലാം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച് രാവിലെ ജോലി ചെയ്യേണ്ടാത്തത് കൊണ്ടാട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. കാരണം ശാമികയ്ക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട, ശാമികയുടെ അച്ഛനൊന്നും ജോലിക്ക് പോകണ്ട. അപ്പം ഇന്നലെ ശാമികയ്ക്ക് ചെറിയ ചുമയും പല്ലുവേദനയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഇവിടെ എല്ലാം ഭയങ്കര കൊതുക് കേട്ടോ. അപ്പോൾ കൊതുകിനെ പുകയ്ക്കുന്ന പാത്രമാണ്. വൈകുന്നേര സമയങ്ങളിലെല്ലാം ഞങ്ങളിങ്ങനെ കൊതുകിനെ പുകയ്ക്കും കേട്ടോ, പുകയിടുവേ. അപ്പോൾ ആ പാത്രമാണ് അതെ. അപ്പോൾ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നിട്ട് കുക്കറിനകത്തേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കറിനകത്താണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ അരിയൊക്കെ അരി കഴുകിയ വെള്ളമൊന്നും കളയുന്നില്ല കേട്ടോ. അരി കഴുകിയ വെള്ളമെല്ലാം ഞാൻ പാത്രത്തിനകത്ത് ഒഴിച്ച് വെക്കുവേ. അത് പശുവിന് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ഇതിലേക്കൂടെ റോട്ടിൽ കൂടെ പശുക്കളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരി കഴുകിയ വെള്ളവും പച്ചക്കറിയുടെ വേസ്റ്റ് വെള്ളവും എല്ലാം നമ്മൾ പശുവിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ എൻ്റെ കൂട്ടത്തിൽ ഒരാൾ അരി ഉഴുന്നും കഴുകാൻ വന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? അപ്പോൾ ആ കണ്ട കൂട്ടുകാർക്കറിയാം. അപ്പോൾ ഞാൻ ഇന്നലെ അത് വൈകിട്ടതെല്ലാം കഴുകി വെള്ളത്തിലിട്ട് കുതിർന്ന അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകട്ടോ. നമുക്ക് കുറച്ച് മതിയേ. അപ്പോൾ ഒരു ലേശമല്ല, ഒരു 8-9 ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടാക്കണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ചോറിങ്ങനെ നന്നായിട്ട് വിസിലിങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഞാനത് തീ കുറച്ച് വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് ചോറ് വെക്കുന്നത് അങ്ങനെ കേട്ടോ. തീ അങ്ങ് കുറച്ച് വെക്കുക. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പം കുക്കർ അങ്ങ് ഓഫ് ചെയ്ത് ഇങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കർ വിസിലടിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് അങ്ങനെ വിസിൽ വരാറില്ലെന്നല്ല, ഞാനിങ്ങനെ കൈ തൊട്ട് കഴിയുമ്പോഴത്തേക്കിന് വിസിൽ വരാറുള്ളേ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിത്തട്ടിലേക്ക് ചൂടായ ഇഡ്ഡലിത്തട്ടിലേക്ക് മാവിങ്ങനെ കോരി ഒഴിച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് നമ്മൾ സാമ്പാറാട്ടോ. ഇഡ്ഡലിയും സാമ്പാറുമാണേ. അപ്പം ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് ചോറിന് കറി സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വെക്കേണ്ടല്ലോ. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തോരൻ കറി വെക്കാൻ പോകുന്നത് അച്ചിങ്ങാപ്പയറാട്ടോ. അച്ചിങ്ങാപ്പയർ തോരനാണ് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി വെച്ചുകൊണ്ട് ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചതാണ്. അച്ചിങ്ങാപ്പയറും ഒക്കെ കഴുകിയെടുത്ത് നന്നായിട്ട് അരിഞ്ഞ് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്നത്തെയും പോലെ ഏകദേശം ഒരു 8:30 ആയി ഇതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക്. 8:30 9 മണിയായി റെഡിയായി വന്നപ്പോഴത്തേക്കിന്. കാരണം ഇന്ന് ശാമികയ്ക്ക് സ്കൂളിൽ പോകണ്ട, ഹസ്ബൻഡിനും ജോലിക്ക് പോകണ്ട. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ടാട്ടോ ഇന്ന് ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ എല്ലാം രാവിലെ തന്നെ തീരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കിന് കുക്കറും ഫ്രീ ആയേ. അപ്പം ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ. ചോറ് വെക്കാനാണേലും എന്തിനാണേലും ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുക്കറിനകത്തേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ പയറുകറിയും കൂടെ ഞാൻ അടുപ്പിലോട്ട് റെഡിയാക്കിയേ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെന്ത പരിപ്പിനകത്തേക്ക് നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്ത് സാമ്പാറും കൂടി അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ സാമ്പാർ വെക്കുന്നതും പയറുകറി വെക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മീനുണ്ടായിരുന്നു. ഇന്നലെ കറി വെച്ച മീനിൻ്റെ ബാക്കി കുറച്ചെടുത്ത് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെളിയിൽ വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പശുവൊക്കെ വന്നപ്പോഴത്തേക്കിന് പശു വരുന്നതല്ല, എപ്പോഴും ഇതിലെ റോഡിൽ കൂടെ നടക്കും. നമ്മളിങ്ങനെ പാത്രം വെച്ച് അതിനകത്ത് ഒഴിച്ച് വെക്കും. വരുന്ന പശുക്കൾ വന്ന് കുടിച്ചിട്ട് പോവേ. അപ്പോൾ പശുവിന് വെള്ളം കൊടുക്കാൻ അതിൽ കൊണ്ടൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പശു വന്നപ്പോഴത്തേക്കിന് ഞാൻ ഓടിപ്പോയി ക്യാമറ
പോയി ഓണാക്കി വീഡിയോ എടുത്തതാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പി കുടിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് ശാമിക മോളൊക്കെ എഴുന്നേറ്റ് വന്ന് ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കിന് എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി കുളിച്ചൊരുങ്ങിയേ. അപ്പം ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ തിരക്ക് പിടിച്ച് പോകുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ മീൻ വറുക്കാനുള്ളത് എടുത്ത് വെളിയിൽ വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ ആ മീനൊക്കെ വറുത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വിശേഷം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.